ഇന്ന് 23rd ഏപ്രിൽ നമുക്ക് ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കും. ലൈക്ക് ഓപ്ഷൻ സെല്ലിംഗ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ്. നമുക്ക് ഇന്ന് സ്റ്റോക്സിന് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട് ആൻഡ് ഇൻഡെക്സിലും പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് നോക്കാം. ഞാൻ ആദ്യം NSEയുടെ വെബ്സൈറ്റ് എടുക്കുന്നു. NSEയുടെ വെബ്സൈറ്റ് ആൻഡ് ഏറ്റവും കൂടുതൽ ഗെയിനേഴ്സ് ആൻഡ് ലോസസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോളിയം ഉള്ളത് നമുക്ക്, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സ് ഇന്നത്തെ ഏതാന്ന് നോക്കാം. ഡോക്ടർ റെഡ്ഡി, ജിയോഫിൻ, സിപ്ല, അദാനി. അപ്പം ഞാൻ ആദ്യം സ്റ്റിമുലേറ്റർ എടുക്കുന്നു. ദെൻ സ്റ്റോക്ക് ഡോക്ടർ റെഡ്ഡി. ഇനി നമുക്ക് OI സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഈ ഡോക്ടർ റെഡ്ഡി 1300, അതായത് ഇപ്പം നിൽക്കുന്നത് 1300ലാണ്. 1300ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. സോ ദാറ്റ് വിൽ ബി ദ റെസിസ്റ്റൻസ്. ഇനി നമുക്ക് ജസ്റ്റ് ചാർട്ടിൽ എന്താണ് ഡോക്ടർ റെഡ്ഡിയുടെ നോക്കാം. ഡോക്ടർ റെഡ്ഡി കാരണം 1300 സ്പോട്ടാണ്, അതിലാണ് ടൈറ്റ് റെസിസ്റ്റൻസ് ഉള്ളത്. സോ ആസ് പെർ ദ OI 1300 സംതിങ്, ഒരു 5-10 പോയിന്റ് അതിന്റെ മുകളിലേക്ക് ഈ എക്സ്പയറിയിലേക്ക് ഡോക്ടർ റെഡ്ഡി പോയില്ല എന്നാണ്. നമുക്ക് ജസ്റ്റ് ഡെയിലി നോക്കുകയാണെങ്കിലും ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് ഒരു ടൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ട് 1322 അപ്രോക്സിമേറ്റ്ലി ആ റേഞ്ചിലാണ്. ഇവിടെ നമുക്ക് 1300 കാണുന്നുണ്ട്. അപ്പം ഞാൻ ഒരു 1310 കോള് സെല് ചെയ്ത് നോക്കാം. 1310 കോള് സെല് ചെയ്തിട്ട് അത്യാവശ്യം ഓക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് റിസ്കി ട്രേഡാണ്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് 1.5% ആണ് നമുക്ക് റിസ്ക് വരുന്നുള്ളൂ. ഐ മീൻ ബ്രേക്ക് ഈവൻ വരുന്നുള്ളൂ. ദെൻ സപ്പോസ് മാർക്കറ്റ് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓക്കെ 1352 എത്തിയെന്ന് വിചാരിക്കാം. നമുക്ക് ഏകദേശം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നാളത്തെ ഡേറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യാം. 1352 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു 8000 റുപ്പീസൊക്കെ ഒരു 9000 റുപ്പീസൊക്കെ ലോസ് വരും. ഓക്കെ, അത്ര വലിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അത്ര കേസ് വളരെ ഓക്കെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, സേഫിലേക്ക് പോകാം. സോ ഇത് കൊള്ളാം. നമുക്ക് ഒരു 60,000 രൂപ അപ്രോക്സിമേറ്റ്ലി മാർജിൻ വരുന്നുള്ളൂ. ആൻഡ് നേരത്തെ തന്നെ അത്ര റിസ്ക്കും ഇല്ല. പിന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമുക്ക് OIയുടെ കേസ് നോക്കുകയാണെങ്കിൽ നോക്കൂ, നമുക്ക് 1300 ടൈറ്റ് റെസിസ്റ്റൻസ് ആണ്. 1300 ഒരു 19 രൂപ പ്രീമിയം എന്ന് പറഞ്ഞാലും 1320, എന്നാലും ടെക്നിക്കലി നമ്മൾ ഓക്കെയാണ്. ഈ പുട്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വേണ്ടത്ര ഒരു ടൈറ്റ് OI സപ്പോർട്ട് എവിടെയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കയറ്റം കയറിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരും. നമ്മളെ സേവ് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അതായത് ഇന്ന് ഗെയിനേഴ്സ് എന്നാണ് നമ്മളിത് എടുത്തത്. ഇനി നമുക്ക് ലിക്വിഡിറ്റി ഉള്ളത് അദാനി പോർട്സ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സിപ്ല ഒന്ന് നോക്കാം. ഓക്കെ, നൗ വീണ്ടും ഞാൻ സ്റ്റോക്ക് മോക്ക് എടുക്കുന്നു. ബിൽഡർ സ്റ്റോക്ക് സിപ്പ്. ഫസ്റ്റ് നമ്മൾ OI ഡാറ്റ നോക്കുന്നു. ഓക്കെ, OI ഡാറ്റ കാണുമ്പോൾ ഒക്കെ വളരെ സെഡ്യൂസിങ് ആണ്. 1300, അതായത് 1286 നിൽക്കുന്നത്. 1300 നമുക്കൊരു 310 സെല് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, 375 ലോട്ട് സൈസ്, വലിയ കാര്യമില്ല. ഓക്കെ, ഇതും കൊള്ളാം. നമുക്ക് ഒരു 2.2% കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് സിപ്ലയുടെ നോക്കാം. എന്നിട്ട് നമുക്ക് ഏതാണോ ബെനിഫിറ്റ് അത് നോക്കിയെടുക്കാം. കാരണം രണ്ടും ട്രേഡ് എടുക്കേണ്ട, കാരണം രണ്ടും ഫാർമയാണ്. ഓക്കെ, സിപ്ലൈനെക്കാട്ടി എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്കൊരു ടെക്നിക്കൽ സൈഡിൽ സപ്പോർട്ട് തരുന്നത് ഡോക്ടർ റെഡ്ഡിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, സിപ്ല തൽക്കാലം വിടാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഡോക്ടർ റെഡ്ഡി നോക്കാം. അപ്പം ഇത് വിട്ടു. ഇനി നമുക്ക് ലൂസേഴ്സിൽ ഏതാണ് ഉള്ളത് നോക്കാം. 2 ട്രേഡാണ് പ്ലാൻ ചെയ്യുന്നത് സ്റ്റോക്കിൽ. ലൂസേഴ്സിൽ SBI ലൈഫ് ലിക്വിഡിറ്റി കുറവാണ്. എം ഓക്കെയാണ്. ബജാജ്, ട്രെൻഡ്, ചെറിയ. അപ്പം നമുക്ക് എം നോക്കാം. ഓക്കെ, ഡോക്ടർ റെഡ്ഡി അവിടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ട ട്രേഡാണ് എം.
ഓക്കെ, മൊമെന്റമില് ഈ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള പുട്ട് സൈഡിലെ ഒ ടി എമ്മിൽ ഒരു ഒ ഐ ഡാറ്റ നമുക്ക് കാണുന്നില്ല. നേരത്തെ നമ്മൾ കോൾ സൈഡ് നോക്കിയ സമയത്ത് ഒ ടി എമ്മിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒ ഐ ബേസ്ഡ് റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ പുട്ട് സൈഡിലൊന്നും ഒരു സപ്പോർട്ട് കാണുന്നില്ല. സോ നമുക്ക് മൊമെന്റം തൽക്കാലം വിടാം. ഇനി ബജാജ് ഫിൻസർവ് നോക്കാം. ബജാജ് ഫിൻസർവ്, യെസ്, ബജാജ് ഫിൻസർവിൽ കൊള്ളാം. 3.7 lakhs ഒ ഐ സപ്പോർട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം 1794 1760 കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ട് 40 സെല്ല് ചെയ്താൽ ലോട്ട് സൈസ് വളരെ കുറവാണ്. നമുക്ക് 250 ലോട്ട് സൈസ് നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വെറും ചെറിയ ബെനിഫിറ്റേ ഉള്ളൂ. പക്ഷെ 3.3% ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി നല്ലത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ശ്രീറാം ഫിനാൻസ് ട്രെൻഡ് പോലെയും കുറവാണ്, ഓപ്പൺ ടെസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടാവും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ അത് വിടുന്നു. ഇനി നമുക്ക് ശ്രീറാം ഫിനാൻസും കൂടി നോക്കാം. ഇതില്ല, ശ്രീറാം ഫിനാൻസ്. ഓക്കെ, ശ്രീറാം ഫിനാൻസ് ഇപ്പൊ നിൽക്കുന്നത് 1019 ആണ്. 1000 ടൈറ്റ് സപ്പോർട്ട് ഉണ്ട്. ഒന്ന് താഴെ കൊള്ളാം. ഇത് കൊള്ളാം. നമുക്ക് ഇവിടെ നല്ല പ്രീമിയം കിടക്കുന്നുണ്ട്. കുറച്ചും കൂടി താഴോട്ടേക്ക് പോകുന്നു, സേഫ് ആവും. നമുക്ക് ഇനിയും താഴോട്ട് അത്രയും പ്രോഫിറ്റിന്റെ ആവശ്യം നമുക്ക്. സോ കൊള്ളാം, സൂപ്പർ ട്രേഡ്. സോ നോക്കൂ, നമ്മളിപ്പോൾ എടുത്തതിൽ ഏറ്റവും എന്താ പറയാ ആപ്റ്റ് ആയിട്ടുള്ള ട്രേഡാണ്. 6.4% ആണ്. ഇനി നമുക്കിതിന്റെ ഡാറ്റ കൂടി നോക്കുന്നു. ശ്രീറാം ഫിനാൻസ്, ഓക്കെ, നമ്മൾ പുട്ടാണ് സെല് ചെയ്യുന്നത്. കാരണം പ്രീമിയം അത് കൂടുതലുണ്ട്, പിന്നെ ടൈറ്റ് സപ്പോർട്ടും ഉണ്ട്. ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ 1020 നിൽക്കുന്നത്, 958. ഓക്കെ, കൊള്ളാം. നമുക്ക് ഓൾമോസ്റ്റ് 957 വരെ നമ്മൾ സേഫ് ആണ്. അല്ലെങ്കിൽ 960 തന്നെ പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ലെവല് നമുക്ക് സേഫ് ആണ്. ഈ ഒരു ലെവൽ വരെ, യെസ്, ഈ ഒരു ലെവൽ വരെ നമ്മൾ സേഫ് ആണ്. ഓക്കെ, അത് കുഴപ്പമില്ലാത്ത ലെവൽ തന്നെയാണ്. ആകെ 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ശ്രീറാം ഫിനാൻസിൽ ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം, ആൻഡ് ഡോക്ടർ റെഡ്ഡിയിൽ ഈ ഒരു ട്രേഡും പ്ലാൻ ചെയ്യും. സോ ഇതാണ് നമ്മുടെ സ്റ്റോക്കിന്റെ നമ്മുടെ എക്സ്പയറിയുടെ മുന്നോടിയായിട്ടുള്ള സ്റ്റോക്ക് ഓപ്ഷനിലുള്ള ട്രേഡിങ്. ഈ നിഫ്റ്റിയിൽ നമ്മൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇൻഡൈസസിൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗാമ സ്പൈക്ക് വളരെ പെട്ടെന്ന് നടക്കുന്നത് ഇൻഡെക്സ് ഓപ്ഷൻസിലാണ്. സോ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കാം. ഞാനത് സേവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പുതിയ ടാബ് എടുക്കുന്നത്. കാരണം ഇനി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യണം. സോ ഇൻഡെക്സ് നിഫ്റ്റി, ഈ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഓൾമോസ്റ്റ് 24,173. ഏറ്റവും കൂടുതൽ ഒ ഐ ഉള്ളത്, ഔട്ട് ഓഫ് ദ മണിയിൽ ഏറ്റവും കൂടുതൽ ഒ ഐ ഉള്ളത് എനിക്ക് തോന്നുന്നു 24,500. ഓക്കെ, കൊള്ളാം. ഫുഡ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് സൈഡ് ഇല്ല, അത്രയും ദൂരത്താണ്. 23,000-ലേക്കാണ് നമ്മൾ അത്ര ദൂരത്തേക്ക് പോകുന്നത്. നമുക്ക് ഇത് ഒരു ടൈറ്റ് റെസിസ്റ്റൻസ് 25,000 എന്നുള്ള കൺസെപ്റ്റ്, സോറി 25,000 അല്ല, 24,500. അപ്പോൾ ഈ നിഫ്റ്റി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഈ 24,587 നമുക്ക് റീസെന്റ് ഹൈ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ഈ ഒരു ട്രേഡില് ഇപ്പം 24,587 നമ്മുടെ നമുക്ക് 24,550 കോൾ സെല് ചെയ്യാം, ആൻഡ് ഒരു ദൂരത്തിലാവും. സോ ഓക്കെ, കൊള്ളാം.
ഇവിടെ നമുക്ക് 24,591 വരെ സേഫ് ആണ്. സ്റ്റോക്ക് ഓപ്ഷൻ പോലെയല്ല, ഇത് ക്യാഷ് സെറ്റിൽ ആയതുകൊണ്ട് നമുക്ക് എക്സ്പയറി 3:30 വരെ ഈവൻ ഇന്ത മണി ആണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് വലിയ പ്രോബ്ലംസ് ഇല്ല. സോ ഈ ഒരു ട്രേഡ് ഇനി പെട്ടെന്ന് നമ്മൾ ഇന്ന് എടുത്തിട്ട് ഇന്ന് തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10-600 രൂപ കയറി 700 രൂപ പോയിന്റ്സ് 10-600 പോയിന്റ്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ എക്സിറ്റ് ചെയ്യാൻ. പിന്നെ ഓൾമോസ്റ്റ് ഒരു 4.5% നമുക്ക് ROI പ്രതീക്ഷിക്കാം ഈ ഒരു ട്രേഡിൽ. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഫുഡ് സൈഡിൽ നല്ല ദൂരത്തൊക്കെ ഒരു 23,000 23,200 നമുക്ക് നല്ലൊരു പ്രീമിയം ഉണ്ടെങ്കിൽ നമുക്കൊരു അയൺ കൗണ്ടർ ആക്കിയിട്ട് ചില്ലാവാന്ന് വിചാരിക്കുന്നു. സോ ഒരു 23,400 ഒക്കെ നോക്കാം. ഇപ്പോൾ 18 രൂപ പ്രീമിയം 6 രൂപ ബൈ ചെയ്യുന്നു, 12 രൂപ കിട്ടുന്നുള്ളൂ. നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ. സോ ഓക്കെ, അപ്പം നമ്മൾ 3 ട്രേഡ് സെറ്റപ്പ് ആണെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഒന്ന് നിഫ്റ്റി, ദെൻ നിഫ്റ്റി ചെയ്തിട്ട് കോൾ സ്പ്രെഡാണ് ചെയ്യുന്നത്. ദെൻ ശ്രീറാം ഫിനാൻസിൽ കൊള്ളാം, അത് നമുക്കൊരു പുട്ട് സ്പ്രെഡാണ് ചെയ്യുന്നത്. ആൻഡ് ഡോക്ടർ റെഡ്ഡി, ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ളത് ഡോക്ടർ റെഡ്ഡിയാണ്. പക്ഷേ നമ്മളത് അതിൻ്റെ റീസൺസ് ഉണ്ട്. കാരണം അത്രയും ടൈറ്റ് റെസിസ്റ്റൻസ് ഇത്ര അടുത്ത് കിട്ടുന്നതെന്ന് നമുക്ക് ഇനി അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഓയിൽ നോർമലി ബ്രേക്ക് ചെയ്യില്ല ആ സ്ട്രൈക്സ്. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ 1,300 പിന്നെ 1,350 സ്റ്റോക്ക് പോവുക. കാരണം ഓയിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓയിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന മൂവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്കത് നോക്കാം. ഇപ്പം നമുക്ക് ഈ 3 ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ.